നമസ്കാരം. ഞാനിന്ന് വന്ന് നിൽക്കുന്നത് ബണ്ടാബർഗ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഹാർവി ബേ കഴിഞ്ഞ് ഹാർവി ബേക്കുള്ള ടേണിങ് കഴിഞ്ഞ് ബ്രൂസ് ഹൈവേന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പം അവിടെ ലെഫ്റ്റ് സൈഡിൽ 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് ബാംബുലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ എൻ്റെ ചുറ്റിനും ബാമ്പു മരങ്ങളാണ് കംപ്ലീറ്റ്. നല്ലൊരു എന്താ പറയുക, ഫോട്ടോ ഷൂട്ട് എടുക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ്. ബാംബുലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് എൻട്രി ഫീ ഒന്നുമില്ല. അപ്പം ഞാൻ നമ്മുടെ പിള്ളേർ ബിൽഗേറ്റ്സും കെസിയായും അവർ ഇവിടെ ഹർവേയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ അന്നേരം ഈ സ്ഥലത്തെ കുറിച്ചൊന്നൊന്ന് അറിഞ്ഞു, ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ബാ കയറി നോക്കാൻ എന്നൊക്കെയാണ് ഇവിടെ പരിപാടികൾ. കം, ഗണപതിനെ കണ്ടോ? ഇതുണ്ടോ ഒരു ഗണപതി ഇരിക്കുന്നത്, അത്ഭുതമായിപ്പോയി അല്ലേ ഗണപതി. ഇവിടെ ഓപ്പൽസ് ആൻഡ് ക്രിസ്റ്റൽസ് അങ്ങോട്ട്, ബാംബുലാൻഡ് ഇങ്ങോട്ട്. 8 മണി തൊട്ട് 5 മണി വരെ ആണ്. ഇന്ന് 5 മണി വരെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. അത്യാവശ്യം കാർ പാർക്ക് സൗകര്യം കൊണ്ട് മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. നല്ല കയറി നല്ല കൂളിംഗ് എഫക്റ്റാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ ലാൻഡാണ് കേട്ടോ. ബാ, ഇതുണ്ടോ കൊന്ന കണ്ടോടാ, കൊന്ന വിഷുക്കണി, വിഷുക്കൊന്ന ഇന്ത്യൻസിൻ്റെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവരുടെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്, അതെ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഒരു ഇന്ത്യൻ തീമാണ്. എനിക്കിതുണ്ടോ വിഷുക്കൊന്ന ചിഹ്നം, വിഷുക്കൊന്ന കാണിച്ചതുണ്ടോ. അതുപോലെ ഗണപതികൾ പല സൈസ്, പല ഷേപ്പ്, ചെടികൾ പലതരം. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മൂതിങ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ്. കെശ അതിൻ്റെ അകത്ത് ഇറങ്ങിയില്ല. കെശയ്ക്കൊന്നു ഒരു സ്വിമ്മൊക്കെ ആയിട്ട് ഒരു ബാത്ത് എടുക്കാമായിരുന്നു സുഖമായിട്ട്. ഞാൻ വിചാരിച്ചു എന്നെ കൂടെ എന്നാ പോരാ, എന്നെ എടുത്ത് ഇട്ടേക്കാൻ പറയാം. കം, ഓ ഇതുണ്ടോ ഓരോ കൊണ്ടാക്കി വെച്ചേക്കണം. തടിയുണ്ട്, പിന്നെ ചെന്നായ. അതിൻ്റെ വില വളരെ ചീപ്പാണ്. $950 ഉള്ളൂ ഇതിൻ്റെ വില. കോഫി ആൻഡ് ബനാന ബ്രെഡ് 7 രൂപ. അതെന്തായാലും നമുക്കൊരു കപ്പ് പിടിക്കുന്നുണ്ടോ. ബാ ചിന്നു പ്രോയാ. നല്ല മണല്ലേ. ഉണ്ടോ ഇതിനെ ചിമ്പാൻസിയോ കോങ്കോയോ? സൂപ്പർ അല്ല, നല്ല അടിപൊളി വൈബല്ലേ. ആ അയ്യോ അടിപൊളി വൈബാ. അമ്മയുടെ മകളുടെ ഫോട്ടോ സെഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിൽഗേറ്റ്സ് ആണ് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. ഇതൊരു ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ പാർട്ടായിട്ട് നമുക്കിവിടെ ഇരിക്കാനും ഇവിടെ ചെറിയൊരു സെയിലിനുള്ള സാധനങ്ങൾ കുറേയൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നാച്ചുറലാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇവർ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഭാര്യയും ഭർത്താവ് പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഇതല്ലേ ഗാർഡൻ ഫീച്ചറുകളല്ലേ. ഭയങ്കര വിലയായിരിക്കും അതിനൊക്കെ. തൻ്റെ അടുത്ത ഒരാളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോടാ. പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നു. ഓ എന്നാ രസമല്ലേ. ഏകദേശം അല്ലേ. ഭയങ്കര വൈബ്, അടിപൊളി. നിങ്ങൾ ഫോട്ടോ എടുക്കേ. നമ്മളെ ഫോട്ടോ എടുക്കട്ടെ. ഒരു പട്ടിഷയ്ക്കുള്ള ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടവഴി നല്ല നടക്കാനുള്ള പാത്തൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, എവിടെ നോക്കിയാലും ബാമ്പുവാ. ദിനാൻ ഞാൻ വരേണ്ടി വന്നു നിങ്ങൾ ഇവിടെ വന്ന് കൊണ്ടിരിക്കാൻ കാണിക്കാൻ. അല്ലെങ്കിൽ ഇത് അറിയത്ത പോലും ഇല്ല. അതാണ് നാട്ടിലെ അതേ ചെടിയല്ലേ.
ഇതിൻ്റെ ഒരു സാധനം ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ ഇത് തൂങ്ങി വരും. ഇതിപ്പോൾ മഞ്ഞയാണ്. കൂടുതൽ ചുമലയാണ്. നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ ചുമല ഉണ്ടാവാറുണ്ട്. ചുമല അവിടെ ഉണ്ടല്ലേ? ഏലമാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഏലമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അടിപൊളി. അതെ ട്രോപ്പിക്കൽ ട്രീസും പ്ലാന്റ്സും ഒക്കെയാണ് കൂടുതലൂടെ. നമ്മൾ നടന്നൊരു ഇവിടെ റിവറിൻ്റെ വ്യൂ. അമ്മേ പൊളി. ഒയ്യോ എന്നാ വൈബാടാവേ. കണ്ടോ താഴെ റിവർ. മേരി റിവർ ആണോ ഇത്? അടിപൊളി. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ. പിന്നെ ഇതൊരു സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. അതെ എന്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളി. താഴെ ഇറങ്ങാൻ സ്റ്റെപ്പ് കയറി നമുക്ക് റിവറിൻ്റെ സൈഡിലേക്ക് പോവാം. സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് റിവറിൻ്റെ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ റിവറിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ബോട്ടിംഗ് എന്ന് തോന്നുന്നു. ഫോട്ടോ എടുപ്പാരുടെ വേളമാണ്. എവിടെ നോക്കിയാലും ബാമ്പുണ്ട്. അതാണ് ഇതിന് ബാമ്പു ലാൻഡിൻ്റെ പേര്. ബോസിൻ്റെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ബിൽ ഗേറ്റ്സിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിരി കണ്ടത് ഇവിടെ ഒരാൾ ചിരിക്കുന്നത്. ഇവിടെ കെസിയായി ചിരി വന്നു പോയി. മോഡൽ ഇൻ ദ വൈൽഡ്. ജൂനിയർ മേവലേട്ടൻ ജൂനിയർ വ്ളോഗർ ചെയ്തോണ്ട് വരുന്നു. ഇവിടെ നിന്ന് താട്ടുന്ന ഇതൊരു പമ്പ് വരെയാന്ന് തോന്നുന്നു. മോട്ടർ വരെ അങ്ങനെ എന്തോ സെറ്റപ്പ്. ഇപ്പോൾ പഴയ പോലെ കറക്കി നാട്ടിലേക്ക് ഉള്ള പോലെ കറക്കി വിടുന്നൊരു സാധനം. മോട്ടർ വരെ നമ്മളിങ്ങനെ റിവറിൻ്റെ സൈഡിൽ എത്തിയിരിക്കണം നടന്ന്. ഉണ്ടോ അടിപൊളി. ബാമ്പു എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എല്ലായിടത്തും ബാമ്പുവാണ്. റിവറിൻ്റെ സൈഡിൽ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല വൈബ് കേട്ടോ. അടിപൊളി വൈബാണ്. അപ്പം അങ്ങനെ നമ്മൾ റിവറിൻ്റെ കാഴ്ചകളെ കണ്ടു. അതിന് ശേഷം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് മേളിലോട്ട് നടക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ആ റിവറിനകത്തോടെ തന്നെ കെട്ടി വലിച്ചിട്ട് പോകുന്നുണ്ട്. അതുണ്ടോ അവിടെ എന്തോ ഒരു റൂഫ് പോലെ കാണുന്നു. നമുക്ക് അവിടെ എന്നാ സംഭവം ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേടാ? നല്ലൊരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് മേലോട്ട് പോകാം. അടിപൊളി വൈബ്. സമാധാനം ഇല്ലാത്തവർ ഇങ്ങോട്ട് വന്നാൽ കുറച്ച് സമാധാനമായിട്ട് ഇരുന്നിട്ട് അല്ലേടാ? എന്തായാലും ആഴ്ചയിൽ ഒരാണ് വരാനുള്ളതാണ്. ഹിന്ദു ദേവികളുടെ സ്റ്റാച്ചു ആണ് കൂടുതൽ ഇതിനകത്തുള്ളത്. അത് വിൽക്കുകയും ചെയ്യും. വിൽക്കുന്നിടം വരെ അവർ സ്വന്തം ഉപയോഗിക്കും. ഇതിന് രസമല്ലേ? ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ്. ഇതിലും നല്ലൊരു സ്ഥലം ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ വരാത്തോണ്ടാണ്. വീശു ഉണ്ടോ? എന്നാടത് വീശുവാളയോ? കെശനെ വീശ് ഇത് പറന്നു പോവും. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പൂവുണ്ടോ? പൊളി സാധനം. നാട്ടിലെല്ലാം ഇത് കാടാണ്. ഇത് കൈതച്ചക്കയാ കേട്ടോ. ഏത്? ഇത് കൈതച്ചക്കയൊന്നുമല്ല പോടാ. മറ്റേ സാധന. അല്ലല്ല മുള. ബോസിൻ്റെ മുള. മുളയിലോട്ട് ഇറക്കി വിടും. ഇവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ഒരു ഐസ്ക്രീം കഴിച്ച് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പോകാം എന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങോട്ട് കയറി ഒന്നും മേടിക്കാൻ പോകുന്നൊരു മോശമല്ല അല്ലേടാ? ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം And it's just the coffee, or did you want a banana bread combo? Yes, I'll take that. Banana bread combo. ബാംബു ഗാർഡൻ ഇഷ്ടപ്പെട്ടോ? ബാംബു ലാൻഡ് സൂപ്പറാണോ? നാട്ടിൽ പോയ പോലെ പ്രതീതി ഉണ്ടോ? നിനക്കെന്നാ തോന്നടാ? ഇതെൻ്റെ കയ്യിൽ
ബബിൾ അവക്കൂടെ കൊടുക്കടാ ഒന്ന് കടിക്കാൻ. കേശവ ഒന്ന് കടിച്ചോ. ഒന്ന് കൊടുത്തേ. അതെ അവൻ തന്നെ കടിയാ, ഞാൻ കണ്ടതാ കുറേ നേരം തന്നെ കടിച്ചിരുന്നത്. അപ്പം നമുക്ക് പോവാം. അവിടെ എന്തോ ഓപ്പൽസ് ആൻഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. $5 കേട്ടോ. ഓപ്പൽസ് ആൻഡ് ക്രിസ്റ്റൽസ്. അപ്പം നമ്മുടെ ആ ബാംബു ലാൻഡിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവർക്കൊരു ചെറിയ ഷോപ്പ് പോലെ ഉണ്ട്. ഇതിൻ്റെ അകത്തുണ്ടോ? $50 വില കല്ലുണ്ട് കേട്ടോ. $50? 70, 1000, 10,000 ലക്ഷങ്ങളുടെ കല്ലുകളുണ്ട്. ഇതുണ്ടോ പല കല്ലുകളുടെ കളക്ഷൻസാണ്. ഫോസിൽ ഇതുണ്ടോ, ഫോസിൽ പോലുള്ള ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്. യാക്കാം ലുക്ക്. ആ ഒരു കല്ലേ കണ്ടോ, ഫോസിൻ്റെ കളർ. ഇന്നോ ഡിസൈൻ കണ്ടോ, 3, 4, 5. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. ചേട്ടാ ശുങ്കുണ്ട്, ശംഖോ എവിടെ? ആ ഓ, $5 5 കല്ല്. ഇതുണ്ടോ ചിന്ന, ഇതുണ്ടോടി, ഗോൾഡാണോ? ഇതും കല്ലാണോ ഈ കാണുന്നത്? വാവ്, $40. സൂപ്പർ. നമ്മൾ ബാംബു ലാൻഡിൻ്റെ നിന്ന് പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും മേടിച്ച് ഒരു കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചു. നമ്മളിനി നേരെ ബണ്ടാബർഗ്. ബണ്ടാബർഗിലേക്കുള്ള വഴിയിലാണ്. അമ്പാടി പയ്യുകൾ മേയും തീരത്ത്. ഇത് സീനറി റോഡാണ് ചേട്ടാ. ആർക്കല്ല, സീനിക് റൂട്ട്. നമ്മുടെ ബിൽഗേറ്റ്സ് ആണ് വണ്ടി ഓടിക്കുന്നത്. ബിൽഗേറ്റ്സിൻ്റെ മിസ്സസ് ബിൽഗേറ്റ്സ് പുറകിൽ ഇരിപ്പുണ്ട്. മിസ്സിസ് ബോസ് പുറകിൽ ഇരിപ്പുണ്ട്. ബോസിൻ്റെ മോളും എൻ്റെ മോളും പുറകിൽ ഇരിപ്പുണ്ട്. ഏറ്റവും ബാക്കിൽ വില്ലന്മാർ അവിടെ നിന്ന് ഭയങ്കര കളിയാണ്. ഇതൊക്കെയാണ് അവസ്ഥകൾ. മനോഹരമായ എന്നാണ് പറയുന്നത്, ഹരിതാപവും പച്ചപ്പും. സ്വർഗത്തിൽ കൂടെ പോകുന്ന വഴിയല്ലേ, നല്ല രസമല്ലേ. അടിപൊളി. കുറെ ബൈക്കേഴ്സ് വരുന്നുണ്ടോ, പാഞ്ഞ് ഭക്ഷണം പതുക്കെ കുറേശ്ശായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ദാൽ കറി, ബട്ടർ ചിക്കൻ, പിന്നെ മാംഗോ ലസ്സി, ചിപ്സ്, റോസ് ലസ്സി, അരി, ചോറ്. അടിപൊളി സെറ്റപ്പാ, ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല. നല്ല കറി. എടാ പയർ ഇതെങ്ങനെയുണ്ട്, ലെൻറ്റിൽ കറി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ. അതാണ് അവരുടെ വീടും താമസവും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ ഇതാണ് അല്ലടാ. ഫുഡെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാധനം അല്ലേ. ഫുഡ് എങ്ങനെ ഉണ്ടല്ലടാ? അടിപൊളി ഫുഡാണ്. ഒന്നും പറയാനില്ല. ബട്ടർ ചിക്കനും എല്ലാം അടിപൊളിയാണ്. എല്ലാ സാധനവും അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനൊക്കെ പക്ക സോഫ്റ്റ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്പൈസി ടു നൈറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് ബണ്ടാബർഗ്. സ്പൈസി ടു നൈറ്റ്. റെസ്റ്റോറൻറ്റിൻ്റെ പുറകിലോട്ട് നമ്മൾ വന്നപ്പോഴത്തേനും ഇവിടെ ഒരു ഗാർഡനും കൂടെ കൂടിയാണ് അവർ ചെയ്തിട്ടുണ്ടോ. അടിപൊളിയാണ്. ഒരു തായ് കരുത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പം റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഒരു ബോർഡ് വെച്ചേക്കുന്നത് സ്പൈസസ് പ്ലസ് എന്നാണ്. തായ് ആൻഡ് ഇന്ത്യൻ ഫുഡ്. ഇതാണ് സാധനം. ഇതൊരു മെയിൻ റോഡിൻ്റെ കോർണറിലായിട്ടാണുള്ളത്. ഓപ്പോസിറ്റ് ആയിട്ട് എന്താ പറയാ, ഒരു RSLന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും. RSL ബണ്ടാബർഗ് RSLന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഓൾമോസ്റ്റ്. കേട്ടോ, ഇതൊരു കോർണറിലാണ് ഇരിക്കുന്നത്. ശരി, ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇനി ഇവിടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടെന്നുള്ളത് അത് കാണിപ്പോ. ഇത് കഴിച്ച് തീരാനായിട്ട് പാർസലും അല്ലേ. ഇത് വൈകിട്ടത്തേനുള്ളതാണ്. അയ്യോ രക്ഷ, വൈകിട്ടൊന്നും തിന്നാൻ പോലും പറ്റില്ല. എന്നാ ഫുഡാന്ന് ഫുഡെന്ന് പറഞ്ഞാൽ ബോസൊക്കെ നിവർന്ന് നടക്കാൻ തുടങ്ങിയത് ഇപ്പഴാ. ഈ പട്ടിക്കകത്ത് കയറിയല്ലേ നമ്മള്. അതെ അതെ. അങ്ങനെ ബണ്ടാബർഗ് ബൊട്ടാനിക്കൽ ഗാർഡനകത്തൊരു തണ്ടക്കം മുണ്ടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ലേക്കിൽ വന്നപ്പോഴത്തേന് നല്ല ഇഷ്ടംപോലെ നല്ല വൈബുള്ള ഒരു സ്ഥലം. ചുമ്മാ ഒന്ന് കാണിക്കാം കേട്ടോ. ജിയുടെ ആമ എന്ത് പോയോ? ഇവിടെ ഇപ്പൊ വന്നായിരുന്നു. പക്ഷെ പശുവിനെ കണ്ട് പേടിച്ചിട്ട് മുങ്ങിപ്പോയല്ലേ. നമ്മുടെ ഇവിടെ ഇപ്പൊ ഇവിടെ വരും. ഇപ്പൊ ചേട്ടൻ്റെ അടുത്തൊക്കെ വരും. അവിടെ എല്ലാം ഉണ്ട്.
ഞങ്ങളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ലേക്കൊക്കെ വട്ടത്തൊരു നടപ്പ് നടന്ന് അത്യാവശ്യം എന്നാ പറയുന്നത്, അത്യാവശ്യം വൈബൊക്കെ അടിച്ച് അല്ലേ, പക്ഷികളെയും പ്രാണികളെയും എന്നാ പറയുന്നത് ഓന്തിനെയും അരണേനെയൊക്കെ കണ്ട്, പക്ഷികളെയും പാമ്പിനെ കണ്ടില്ലല്ലേ? പാമ്പിനെ കണ്ടോടാ? അരണ, ഓന്ത് ഇത്യാദിപ്പെട്ട ജന്തുക്കളെയൊക്കെ കണ്ട് കുറച്ച് നേരം ആ ലേക്കിൻ്റെ കാറ്റൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് പോവാണ്. പിന്നെ ഒത്തിരി ഇറങ്ങി നടക്കാനുള്ള ആമ്പയറില്ല, കാരണം ഫുഡ് കഴിച്ചിട്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല. അടിപൊളി വൈബാ അല്ലേ? അതെ, അതാണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, വെരി ബ്യൂട്ടിഫുൾ. എല്ലാവരും ചുമ്മാ കാശ് കൊടുക്കാതെ വരാൻ പറ്റും, അതുകൊണ്ടൊന്ന് പറ്റുന്നവരൊക്കെ വന്ന് കാണുക. ബണ്ടാബർഗ് വരുന്നവരൊക്കെ പോയി കാണാൻ മാത്രം ഉണ്ട് അല്ലേ? ബോസ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ബണ്ടാബർഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ? ഓക്കെ, അപ്പം നമുക്ക് കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ ബണ്ടാബർഗ് കണ്ടു കഴിഞ്ഞ് തിരിച്ച് നേരെ ഹാർവി ബേക്ക് പോകുന്ന വഴിയാണ്. വന്ന വഴിക്കെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബണ്ടാബർഗ് എന്ന് പറയുന്നത് വളരെയധികം കൃഷികൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ട് സ്ഥലമാണ്. ബണ്ടാബർഗിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ടാബർഗിലാണ് നമ്മുടെ ഇവിടുത്തെ ഈ എന്നാ പറയുന്നത് സദേൺ ടെറിട്ടറി, സദേൺ ഏരിയയിൽ, അതായത് സൗത്ത് ഓഫ് ക്വീൻസ്ലാൻഡിൻ്റെ ഒരു എന്താ റീഫും കൂടെ ഉള്ളത്. നിങ്ങൾക്ക് കെയ്ൻസിലൊക്കെ ഗ്രേറ്റ് ബാരിയർ റീഫ് ഉണ്ട്. ആ ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ബണ്ടാബർഗിലുണ്ട്. അതും നമുക്ക് പോകേണ്ടവർക്ക് അതും ബണ്ടാബർഗിൽ വരെ വന്നാൽ അത് കാണാവുന്നതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇന്ന് വണ്ടി നിർത്തിയതാണ്. ഇത് നിങ്ങൾ ഈ കടുത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നാരങ്ങ പോലെ തോന്നും. ഈ സാധനം മക്കഡാമിയ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. മക്കഡാമിയ അതൊരു ഫ്രൂട്ടല്ല, നട്ടാണ്, സോറി. ഇപ്പോൾ ഇവിടെയൊക്കെ അത് കടപ്പുണ്ട് സാധനം, പൊട്ടിച്ച് തിന്നുവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താണ് മക്കഡാമിയ നട്ടുള്ളത്. ഇങ്ങനെ ഇത് കിടക്കുക. ഇത് വല്ലവൻ്റെ പറമ്പാണ്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചതന്നേ ഉള്ളൂ. ഒന്ന് കടിച്ചു നോക്കട്ടെ. അയ്യോ, കടിച്ചാൽ പൊട്ടുന്നില്ല, ഭയങ്കര കട്ടൊരു തോടാ. അതൊരു നട്ടാണ്. അപ്പോൾ ഇത് മുഴുവനും മക്കഡാമിയ ഫാമാണ് ഈ ഒരു സൈഡ് മുഴുവൻ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒരു കേജസ്, കുറേയധികം ട്രെയിനിൻ്റെ ബോഗി പോലെ ഇങ്ങനെ കേജസ്, അതിൻ്റെ ഇതൊരു റെയിൽവേ പാളത്തിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഈ റെയിൽവേ പാളം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കരിമ്പ് കൃഷി ഈ ക്വീൻസ്ലാൻഡിൽ ഒരുപാട് കൂടുതലുണ്ടെന്നുള്ളത് കെയ്ൻസിലൊക്കെ ഞാൻ പോയപ്പോൾ നിങ്ങളെ കാണിച്ചാണ്. കെയ്ൻസിൻ്റെ വീഡിയോയ്ക്കകത്ത് ഈ സാധനമുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കേജിന് തൊട്ടപ്പം നോക്കി നിങ്ങൾക്ക് കച്ച് പോലെ കൂനയായിട്ട് കരിമ്പിൻ്റെ ചണ്ടി കിടക്കുന്നതാണ്. അപ്പോൾ അത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അപ്പുറത്തെ വേറൊരു ബോഗിയിലാണ് അത് കിടക്കുന്നത്. ഇപ്പുറത്തതും അതുപോലെ മറിച്ചിട്ട് ഇതിലെ കൊണ്ട് എൻജിൻ കണക്ട് ചെയ്ത് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ഈ കെയിൻ കൃഷി, അതായത് കരിമ്പ് കൃഷിയുടെ ഒരു എന്താ പറയുക ലോഡിങ്, കരിമ്പ് കൃഷിയുടെ ട്രാൻസ്പോർട്ടേഷനാണ് മെയിനായിട്ടും ഈ സാധനം ഉപയോഗിക്കുന്നത്. അത് ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടില്ല, അപ്പുറത്ത് കിടക്കുന്ന ബോഗികളെല്ലാം നിറഞ്ഞ് കിടക്കുന്നതാണ്. പിന്നെ നടുക്കൂടെ ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങോട്ട് ഈ ബണ്ടാബർഗ് ഈ ഏരിയയിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എന്താ പറയുക റെയിൽവേ ട്രാക്ക് വഴി കൂടെയൊക്കെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും ക്രോസ് ചെയ്യുന്നത് കാണാം. നമ്മുടെ നേരെ മുന്നിൽ ഇപ്പോൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് അറിയത്തില്ല, അവിടെ ഒരെണ്ണം ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതാണ്ട് ഇതുണ്ടോ ഒരു ചുവന്ന ബോർഡ്, ഒന്ന് സൂം ചെയ്ത് കാണിച്ചിട്ട് അവിടെ അതുപോലെ പല സ്ഥലങ്ങളിൽ വെച്ച് റോഡിനെ ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഈ സംഭവം. അപ്പം ആദ്യം എനിക്കും അറിയത്തില്ലായിരുന്നു എന്നാന്ന്, പക്ഷേ ഇത് പ്രധാനമായിട്ടും കരിമ്പൻ കൃഷിയുടെ ട്രാൻസ്പോർട്ടേഷനാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ ചെറിയ പുതിയ കൃഷി കയറി വരുന്നുണ്ട്. അതെന്നാന്ന് അറിയത്തില്ല, എനിക്ക് വന്നത് സ്നോ പീസ് പോലുള്ള എന്തൊരു സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് അറിയുന്നില്ല, അത് ബീൻസിൻ്റെ എന്തൊരു വെറൈറ്റി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് എനിക്ക് കണ്ടിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത് ഇവിടുന്ന് കരിമ്പ് മുമ്പ് പറിച്ചിട്ട് ഇടവിളയായിട്ട് ഇപ്പോൾ ഇവർ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച, ഈ കൃഷി എൻ്റെ അപ്പുറത്ത് കാണുന്നത് ഈ പറഞ്ഞ പോലെ അതും ചിലയിടത്ത് ആവക്കാടോ ഉണ്ട്, ചിലയിടത്ത് മാംഗോ ഉണ്ട്, ചിലത്തിൽ നാരകം ഒന്നിപ്പോൾ ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെ നല്ല കൃഷി. എല്ലാം ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തം പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ മുഴുവനും. ഇവിടെ കുന്നും മലകളോ ഒന്നുമില്ല. ഈ ഏരിയ എല്ലാം നല്ല നിരപ്പായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് വളരെ നല്ലതാണ്. നല്ല വളക്കൂറുള്ള നല്ല ചുവന്ന മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ. അപ്പോൾ വാ, നമുക്ക് തിരിച്ച് വണ്ടിയെ കയറാം. കണ്ടു ഇവിടെ ഇത് പിഞ്ച് വാങ്ങാണ്, ചെറിയ മാങ്ങ എന്ന് പറയുന്നത് മാംഗോ. അവരുടെ ഇതാ വേണ്ട, അതാ ചെറുത്. പിന്നെ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ചുമ്മാ ആവശ്യമില്ലാതെ കയറി പച്ച. അവിടെയൊക്കെ ക്യാമറ കാണും. ഇനി മാങ്ങ കണ്ട എന്നോട് പറയണ്ട കേട്ടല്ലോ. ഞാൻ നോക്കി ട്രൈ ചെയ്തതല്ലേ. എന്നാലും ഒന്ന് ചേച്ചിയെ സന്തോഷിപ്പിച്ചില്ലേ അത്രയും നേരം. ഞങ്ങളിങ്ങനെ ബണ്ടാബർഗിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.